ജയ് ഭീം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളീയം പോലെയുള്ള മാസികകളിൽ അതുപോലെ തന്നെ ഒന്ന് രണ്ട് പത്രമാധ്യമങ്ങളിൽ ഒരു വാർത്ത കണ്ടു. നിലമ്പൂർ IGMMRSലെ കുട്ടികളെ സ്ക്രൈബ് ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് ഇരുത്തുകയും പിന്നീട് കുട്ടികൾ പൊഴിഞ്ഞു പോവുകയും ചെയ്തു എന്നുള്ളതാണ് വാർത്ത. ഈ വാർത്ത വളരെയധികം ശരിയാണ്. കാരണം നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. കുറച്ച് കുട്ടികളെ നമ്മുടെ നേതൃത്വത്തിൽ മറ്റുള്ള കോളേജിലേക്ക് പറഞ്ഞയക്കുകയുണ്ടായി. അവിടെ ഈ കുട്ടികളും അവിടെയുള്ള അധ്യാപകരും ഇത് കാരണം വളരെയധികം ബുദ്ധിമുട്ടി എന്നുള്ളതാണ്. കാരണം സെമിനാർ പേപ്പറുകൾ, അതുപോലെ തന്നെ മറ്റുള്ള അവതരണങ്ങൾ, എഴുത്തുകൾ, എക്സാമുകൾ ഒക്കെ വരുമ്പോൾ ഈ കുട്ടികൾ പിൻവലിയുന്ന ഒരു രീതി. പിന്നെ ഈ കുട്ടികൾക്ക് കോളേജിൽ പോകാൻ മടിയാണ്. അപ്പോൾ നമ്മളത് പരിശോധിച്ചപ്പോൾ മറ്റുള്ള ബുദ്ധിമുട്ടുകളല്ല, കുട്ടികൾക്കുണ്ടായ ബുദ്ധിമുട്ട് അറിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി പോലീസ് നിയമനത്തിൽ 1-2 പേര് ഡ്രോപ്പ് ഔട്ടായി പോകുന്നതും കാരണം ഇത് തന്നെയായിരുന്നു. അന്ന് മുതലേ നമ്മളിത് ചർച്ചയ്ക്ക് വെച്ച ഒരു കാര്യം തന്നെയാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിലമ്പൂർ IGMMRS എന്ന് പറയുമ്പോൾ പ്രാക്തന ഗോത്ര വിഭാഗങ്ങളായ കാട്ടുനായ്ക്ക, ചോലനായ്ക്ക വിദ്യാർത്ഥികൾ പഠിക്കുന്ന MRS ആണ്. അവിടെ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കുട്ടികൾ അവിടെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഇതിൽ ആരാണ് ഉത്തരവാദി? രക്ഷിതാക്കളാണോ? കുട്ടികളാണോ? നല്ല കഴിവുള്ള കുട്ടികളാണ് അവിടെയുള്ള കുട്ടികൾ. പഠനത്തിലായാലും മറ്റുള്ള കലാപരമായിട്ടുള്ള കാര്യത്തിലായാലും വളരെ സമർത്ഥരായിട്ടുള്ള കുട്ടികൾ. പക്ഷെ അവിടുത്തെ അധ്യാപകരെ പ്രശ്നം തന്നെയാണിത്. കാരണം അധ്യാപകർക്ക് പഠിപ്പിക്കാൻ മടിയാണ്. അവിടെ നടക്കുന്നത് ഇന്നാൾ ഞാൻ സൂചിപ്പിച്ച കാര്യമാണ്. PTA കമ്മിറ്റിയില്ല, മറ്റുള്ള കമ്മിറ്റികളില്ല, ചോദിക്കാനും പറയാനും ആളില്ല. ആകെയുള്ളത് വിദ്യാഭ്യാസ വകുപ്പും ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റുമാണ്. ട്രൈബൽ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അവിടെ കാര്യമാണ് അവർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് തോന്നിയാസവും നടത്താം എന്നുള്ളതാണ്. അവർക്ക് 100% വിജയം കിട്ടുക, സ്കൂളിന് വലിയ പേരുണ്ടാകുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളെ കുട്ടികളെ ഭാവിയെക്കുറിച്ച് രക്ഷിതാക്കൾ ആരും തന്നെ ചിന്തിക്കുന്നില്ല. ഇവിടുന്ന് പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് 4 ആളുകളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ എഴുതാനോ ജോലിക്ക് പോകാനോ കോളേജിൽ പോകാനോ സാധിക്കുന്നില്ല. ഭൂരിഭാഗം കുട്ടികളും കോളേജിൽ നിന്ന് പരാജയപ്പെട്ട് അല്ലെങ്കിൽ ഡ്രോപ്പ് തിരിച്ചു പോകുന്നത് എനിക്കറിയാം. ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. ഞാൻ തന്നെ പറഞ്ഞു വിട്ടിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്ക്രൈബിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പരീക്ഷാ സംവിധാനം അത് നിർത്തിയേ പറ്റുള്ളൂ. എന്തിനാണ് സ്ക്രൈബ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം. സാധാരണക്കാർക്കാണോ സ്ക്രൈബ് ഉപയോഗിക്കുന്നത്? അതാണ് ഒരു കഴിവുമില്ല, കുട്ടികൾക്ക് ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ട്രൈബൽ വിഭാഗത്തിൽ ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ട് കൂട്ടായ്മകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ കൂടി വിളിച്ചിട്ടുണ്ട്. സന്തോഷ് പാലത്തുംപാട സാറടക്കം നിന്നുകൊണ്ട് നേതൃത്വം കൊടുത്തുകൊണ്ട് കൂട്ടായ്മകൾ രൂപീകരിക്കുന്നുണ്ട് ഈ കാര്യത്തിന്. മാത്രമല്ല MRSകൾ അടച്ചുപൂട്ടാൻ പോവുകയാണ് എന്നുള്ള വലിയൊരു വിവരമാണ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ശരിയായ രേഖകൾ സഹിതം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ MRS, SC/ST MRSകൾ അടച്ചുപൂട്ടാതിരിക്കാൻ നമ്മൾ ഈ പറയുന്ന ജൂൺ മാസം അല്ലെങ്കിൽ കുട്ടികൾ അഡ്മിഷൻ തുടങ്ങുന്ന സമയങ്ങളിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് MRSകളിലേക്ക് കുട്ടികളെ എത്തിക്കണം. കാടിനുള്ളിലൊക്കെ ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ കിട്ടാത്തവരുണ്ട്. അതുപോലെ തന്നെ ടൗണിലായാലും കുറേ പട്ടികവർഗ പട്ടികജാതി വിദ്യാർത്ഥികൾ അഡ്മിഷൻ കിട്ടാതിരിക്കുന്നുണ്ട്. അവർക്ക് അറിയില്ല MRS എവിടെയാണ്, പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ എവിടെയാണ് എന്നുള്ളത് നമ്മളെ പാവ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും അറിയില്ല. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയ വഴി, ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റാഗ്രാം വഴി, നമ്മൾ വാട്സപ്പ് വഴി എല്ലാം നമ്മൾ മറ്റുള്ള മാധ്യമങ്ങൾ വഴി, പത്രമാധ്യമങ്ങൾ വഴിയൊക്കെ നമ്മൾ ഈ വാർത്ത പ്രചരിപ്പിക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരും അതിന് സഹകരിക്കുക.